തിരുവനന്തപുരത്ത് നടുറോഡിൽ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടായിരുന്നു. KSRTC ബസ്സിലെ ക്യാമറയിൽ മെമ്മറി കാർഡില്ല, അത് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്നതാണ് ആ വാർത്ത. ഇപ്പോൾ ഡ്രൈവർ യദു നമ്മുടെ പ്രതിനിധി AV ജയശങ്കർക്കൊപ്പം ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ KSRTC ബസ്സിനകത്തുള്ള ക്യാമറയിൽ മെമ്മറി കാർഡില്ല, അത് അവിടെ കാണാനില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത് സംബന്ധിച്ച് ഡ്രൈവർ യദുവിന് എന്താണ് പറയാനുള്ളത്? യദു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. യദു, ഈ ബസ്സിലെ മെമ്മറി കാർഡ് കാണാനില്ല, ബസ്സിലില്ല എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. SHO തന്നെ അക്കാര്യം പറഞ്ഞു. അന്ന് ഈ ട്രിപ്പ് നടത്തുന്ന ഘട്ടത്തിൽ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ബസ്സിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത്? മെമ്മറി കാർഡ് അത് എനിക്കറിയത്തില്ല, അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂവും കാര്യങ്ങളും അറിഞ്ഞിട്ട്, പക്ഷേ റെക്കോർഡിംഗ് ആയിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, റെക്കോർഡിംഗ് ആയിരുന്നു. ഞാൻ ബാക്കൊക്കെ എടുക്കുമ്പോൾ റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ ആ സ്ക്രീനിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് റെക്കോർഡിംഗ് ആയിരുന്നു. പിന്നെ ചാത്തൻ സേവ ഉണ്ടോന്ന് അറിയത്തില്ല, വണ്ടിക്കകത്ത് ചാത്തൻ സേവ പെട്ടെന്ന്. അതായത് ഈ മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ റെക്കോർഡിംഗ് ആവുകയുള്ളൂ? ആവുള്ളൂ. മെമ്മറി കാർഡോ അതിന്റെ ഇതുമായിട്ട് റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ആവുള്ളൂ. റെക്കോർഡിംഗ് ദൃശ്യങ്ങളൊക്കെ എങ്ങനെയാ CMD ഓഫീസിലേക്കോ മറ്റോ പോകുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും CMD ഓഫീസിലോട്ട് പോകുന്നുണ്ടെന്ന് അത് അവർക്കല്ലേ തെളിയിക്കേണ്ടത്, ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്കല്ലേ തെളിയിക്കേണ്ടത്. ഇപ്പൊ എന്റെ ഭാഗത്താണ് എല്ലാ ന്യായങ്ങളും ഉള്ളത്. എടുത്തു മാറ്റിയെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഭരണ പാർട്ടിയുടെ ആളല്ലേ അവര്, ഈ മാഡം എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് നമ്മളെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നെ അവർ വിചാരിച്ചിട്ട് ഇപ്പൊ ഇതിന് പിന്നിൽ ഒരു കൃത്യമായി തെളിവ് നശിപ്പിക്കാനുള്ള ഗൂഢാലോചന ഈ മെമ്മറി കാർഡ് കാണാൻ പിന്നിലുണ്ട്. ഉണ്ട്. എന്താ വെച്ചാൽ അവരുടെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല. അതുകൊണ്ടാണ് അവര് ഇതൊക്കെ കിടന്ന് ഉരുളുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റി ആ പയ്യന്റെ അകത്ത് നിന്ന പയ്യന്റെ വീഡിയോ ഉണ്ടായിരുന്നു, കറക്റ്റ് MLA അകത്ത് കയറുന്ന ആരോ വീഡിയോ ഉണ്ടായിരുന്നു. അതുവരെ ഡിലീറ്റ് ചെയ്തത് അവരുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ, അത് ചിന്തിക്കാന്നുള്ളേ ഉള്ളൂ. ഇവിടെ വെച്ചാണ് സ്പോട്ട് കേട്ടോ, ഈ ഭാഗത്ത് വെച്ചാണ് ബസ്സിന് ഞാൻ സൈഡ് കൊടുത്തത്. അതായത് യദു നമ്മോട് പറയുന്നത് അന്ന് ആ ബസ്സിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് കൃത്യമായി റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു, അത് നിരീക്ഷിച്ചിരുന്നു. അതിൽ നിന്ന് അന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം കൃത്യമായി ആരോ ഇത് എടുത്തു മാറ്റി, ഇതിന് പിന്നിൽ കൃത്യമായ തെളിവ് നശിപ്പിക്കാനുള്ള ഗൂഢാലോചന ഉണ്ടെന്നാണ് യദു നമ്മോട് പറഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണം. ആര് എപ്പോൾ എങ്ങനെ ഈ മെമ്മറി കാർഡ് ഈ ബസ്സിൽ നിന്ന് മാറ്റിയെന്ന കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തുക തന്നെ വേണം. ശരി ജയ്, എന്തായാലും സംഭവത്തിൽ തൻ്റെ ഭാഗത്താണ് ന്യായമെന്ന് കൂടുതലായി വ്യക്തമാവുന്നു എന്നാണ് ഡ്രൈവർ KSRTC ബസ്സിൻ്റെ ഡ്രൈവർ യദു ഇപ്പോൾ 24 പ്രതികരിച്ചത്. അത് ആരെ എടുത്തു മാറ്റി അല്ലെങ്കിൽ അതെങ്ങനെ മാറി എന്നത് കണ്ടെത്തേണ്ടതുണ്ട് എന്നുകൂടി യദു പറയുകയായിരുന്നു.